ഇന്നലെ ഷോപ്പിൽ നിന്നേ ഈ ഡോക്ടർ ബിയുടെ പാലപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് അപ്പം തന്നെ എനിക്ക് വിളിച്ചിരുന്നു, സാധനം ഇനി അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്. എന്തായിരുന്നു അതിൻ്റെ റീസൺ? എന്തായിരുന്നു റീസൺ? കാരണം ഞാൻ ഇതിന്റെ മുമ്പിൽ കുറേ പ്രാവശ്യം ഇവിടുന്ന് പൊടി കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ബോംബെയിൽ റെസിഡന്റ് ആണ്. ഞാൻ കുറേ പാലപ്പം മിക്സ് യൂഷ്വലി കൊണ്ടുപോകാറുണ്ട്. വേറെ പല കമ്പനികളുണ്ട് അല്ലേ? പല കമ്പനികളുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് അവിടെ സ്ഥിരം കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഞാൻ പാലപ്പം ഉണ്ടാക്കിയപ്പോൾ അത് അടിപൊളിയായിട്ട് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ പാലപ്പം പോലെ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടും അതേപോലെ അത് പ്രോപ്പർ ഫെർമെന്റഡ് പാലപ്പം പോലെയാണ് വന്നത്. അത് സ്റ്റിക്ക് ആയില്ല പാത്രത്തില്, അത് അധികം ബേൺ ആയില്ല, അത് എളുപ്പത്തിൽ പോരും ചെയ്തു. പിന്നെ ഞാനത് പാത്രത്തിനുള്ളിൽ വെച്ച് കഴിഞ്ഞിട്ടും അത് കുറേ നേരം സോഫ്റ്റ് ആയിരുന്നു. അത് സാധാരണ പ്രോഡക്ട്സ് പോലെ ഹാർഡായില്ല, അത് റബ്ബർ ടേസ്റ്റ് ആയിപ്പോ തീരായില്ല, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഈസ്റ്റിന്റെ സ്മെല്ലും അധികം വന്നില്ല. ബാക്കി കുറേ പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇൻ ജനറൽ ഞാൻ പാലപ്പം മിക്സ് വാങ്ങിയിട്ട് ഇൻസ്റ്റന്റ് ആണ് ഞാൻ കൂടുതലും നോക്കുക. കാരണം ഒരു ഹോം മേക്കർ ആയിട്ടും ഐ ഷുഡ് ഇൻസ്റ്റന്റ്. ഞാൻ കുറേ നേരത്തിന് അത് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് നോക്കിയിട്ട് ഇൻസ്റ്റന്റ് ആണ് വാങ്ങുക. സോ ഇത് ബാക്കി എല്ലാ പ്രോഡക്ട്സിന് ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ വേഗം അച്ഛനോട് പറഞ്ഞു, അച്ഛനോട് രണ്ടുമൂന്നാൾക്ക് പിന്നെ ഓർഡർ ചെയ്തോളൂ. കാരണം എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. സോ വൈ നോട്ട് ബൈ ഡോക്ടർ ബി വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടർ ബി അച്ഛനോട് പറഞ്ഞു, സജസ്റ്റ് ചെയ്തിട്ട് പിന്നെ വാങ്ങിയിട്ട് വരാം. Dr. B. It's a promise from a doctor.